കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്നുക്ഷാമത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. എം.കെ. രാഘവൻ എം.പി മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇന്ന് രാവിലെ മുതൽ ഉപവാസം ആരംഭിക്കും. പിന്തുണയുമായി കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ സമരപ്പന്തലിലെത്തും. ദീപക് തറമടം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ മരുന്നുക്ഷാമ പരിഹാരത്തിന് എന്താണ് ഒരു വഴി? വെരി ഗുഡ് മോർണിംഗ് ആഷ്മി. യഥാർത്ഥത്തിൽ ആഷ്മി, ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചത് ഇന്നലത്തോടുകൂടി മരുന്നുക്ഷാമം പരിഹരിക്കുമെന്നായിരുന്നു. കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇടപെട്ടു. അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പൽ വിതരണക്കാരുടെ യോഗം വിളിച്ചു. പക്ഷേ പരിഹാരമൊന്നും ഉണ്ടായില്ല. പ്രതിസന്ധി തുടരുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു രാഷ്ട്രീയ സമരവുമായി കോൺഗ്രസ് UDF രംഗത്തെത്തുന്നത്. ഇന്ന് സ്ഥലം MP കോഴിക്കോട് MP M.K. രാഘവൻ ഈ മരുന്ന് കിട്ടാത്ത സാധാരണക്കാരുടെ ഒപ്പം നിന്നുകൊണ്ട് ഉപവാസം ഇരിക്കുകയാണ്. ഇന്ന് കാലത്ത് തന്നെ ഉപവാസം ആരംഭിക്കും. UDF-ലെ പ്രധാന കക്ഷികളെല്ലാം കോൺഗ്രസും ലീഗും എല്ലാം ഈ സമരത്തിന് പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മരുന്ന് വിതരണക്കാരാണെങ്കിൽ മാസങ്ങളായുള്ള പണം കിട്ടാനുണ്ട്. അതുകൊണ്ട് സെപ്റ്റംബർ വരെയുള്ള പണമെങ്കിലും കിട്ടിയെങ്കിലേ 9 മാസത്തെ കുടിശ്ശികയുണ്ട്. അതുകൊണ്ട് എത്രയും വേഗം പണം കിട്ടിയാൽ മാത്രമേ മരുന്ന് വിതരണം നടത്തൂ എന്നുള്ള ഒരു കർക്കശമായ നിലപാടിലാണ്. ഏതെങ്കിലും രീതിയിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് ഒരു യോഗം വിളിച്ചു. അത് കഴിഞ്ഞ് ഇന്നലെ മെഡിക്കൽ കോളേജിൽ യോഗം വിളിച്ചു. മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ആ യോഗമൊന്നും ഫലം കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആ ഘട്ടത്തിലാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സാധാരണക്കാരെ, രോഗികളെ വലിയ രീതിയിൽ ഇത് വലയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഒരു അടിയന്തര നടപടിയിലേക്ക് ശ്രമിക്കുമ്പോൾ മരുന്ന് വിതരണക്കാർ ഒരു കർക്കശ നിലപാടിലാണ്. അവർ അഴയാൻ തയ്യാറായിട്ടില്ല നിലപാടിൽ നിന്നും. അതുകൊണ്ട് തന്നെ പ്രതിസന്ധി തുടരുകയാണ്. ഇന്നു മുതൽ രാഷ്ട്രീയ സമരമായി മാറുന്നു. ആ ഒരു സാഹചര്യത്തിൽ സർക്കാർ, ചിലപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടേക്കും എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. ആഷ്മി, ഓക്കെ. അപ്പോൾ ഇടപെടലുണ്ടാവട്ടെ. മെഡിക്കൽ കോളേജിൽ മരുന്നുക്ഷാമം രൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. അതിലെ സമരങ്ങൾക്കൊക്കെ അപ്പുറം എത്രയും പെട്ടെന്ന് ആ മരുന്നുക്ഷാമത്തിന് പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.